എങ്ങനെ കണ്ടില്ലേ നീ? ഇഷ്ടായി പറഞ്ഞ എങ്ങനെ എങ്ങനെ മൂട് വെച്ച പോരെങ്ങനെ എന്നിഷ്ടായത് കളിക്കാൻ പറ്റില്ല. ഞാൻ കളിക്കാൻ വെൽക്കം ബാക്ക് ടു ആൻഡ്. അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഇൻട്രോ എന്നിട്ട് പറയാറുന്ന് വരെ ഒരു ബ്ലാങ്ക് ആയി. ഇപ്പോൾ 2-3 ടേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നൊരു ഫീല്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ഔട്ടിങ്ങിനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞാനും അമ്മയും നോനും അതുപോലെ തന്നെ ഇയാനും നീൽച്ചാനും പപ്പയും കൂടിയാണ് ഈ ഒരു ഔട്ടിങ്ങിനെ പോകുന്നത്. നമ്മളെങ്ങോട്ടേക്ക് പോകണം അമ്മേ? അതിരപ്പള്ളി. ഞങ്ങൾ അതിരപ്പള്ളി വരെ പോകുന്നുണ്ട്. അവിടെ ഇറങ്ങുമെന്നൊന്നും അറിയില്ല. അപ്പം അവിടെ നോക്കാം, അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. കാരണം മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിന്ന് ഒരു മഴയില്ലാത്ത ദിവസമാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് മഴ പെയ്തു. അപ്പം അറിയില്ല, അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ കയറ്റി വിടോ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അങ്ങനെ അപ്പം ഞാനോട് വന്നേ, വയോ, ഞാൻ വണ്ടി കാണിച്ചു കൊടുക്ക്. ഞാനൊരു ചെറിയൊരു വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങടാ പോണേ നമ്മള്? കുതിരപ്പള്ളി അല്ല, ആനേനെയും കുരങ്ങിനെയൊക്കെ കാണാനല്ലേ നമ്മള് പോണം. പറഞ്ഞു കൊടുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത്. എനിക്ക് ആഗ്രഹമുണ്ട്, ഇവർക്കൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ എന്തായാലും ആനേനെയും ഒക്കെ കാണാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ മാത്രല്ല, നൂനുവിനെ കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ഒരു ട്രിപ്പും കൂടിയാണ്. ഇത്രയും ലോങ് ഞങ്ങൾ ആദ്യമായിട്ടാണ് അവളെ കൊണ്ടുപോണത് അല്ലേ. ഇപ്പം എന്തായാലും അവൾക്കൊരു 8 മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് കൊണ്ടുപോയി തുടങ്ങണം. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊരു ട്രയലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഈ ചെറിയൊരു ട്രിപ്പിന്. അപ്പോൾ എനിക്ക് ചേട്ടൻ ഓരോന്നായിട്ട് ഇങ്ങനെ വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ 2 പേരായില്ലേ ഇപ്പോൾ. 2 പേർക്കുള്ള സാധനങ്ങൾ നമ്മളൊന്ന് മറന്നാലും ഇവരുടെ ഒന്നും വിട്ടു പോകാൻ പാടില്ലല്ലോ. അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്. 2ാമത്തെ ട്രിപ്പാണ് എനിക്ക് ചേട്ടൻ പോണേ. എക്സ്ട്രാ ഡ്രസ്സ്, ഫുഡ്, അങ്ങനെ കുറേ തന്നെ ഫോൺ അടിച്ചു തുടങ്ങി. വേണ്ട ബാഗ് എടുത്തോ, എന്നെനിക്ക് ഫോൺ വേണ്ട. ഉണ്ടോ മഴ? ഇങ്ങനെ ഒരു മഴ ദിവസമാണ്. ഇത്ര നേരം നല്ല മഴയായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇനി ആ സൈഡിലൊക്കെ പക്ഷെ മഴയാണെന്നാണ് കേട്ടത്. ഞങ്ങളൊന്ന് അമ്മ വീട്ടിലൊക്കെ വിളിച്ച് നോക്കിയായിരുന്നു, അപ്പോൾ മഴയാണെന്നാണ് കേട്ടെ. അപ്പോൾ എനിക്കൊരു കോള് വരുന്നുണ്ട്, കോൾ അറ്റൻഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ ചേട്ടാ, ഈ നോനെ പിടിക്കോ? നോനെ പിടിക്കോ? അവർക്ക് അറിയണോ? അപ്പതേ ഞാൻ നമ്മുടെ ഇയാനുവിനെ യൂസ് ചെയ്യുന്ന 2 പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ അവൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ശേഷം തൊട്ട് അവനിപ്പോ ഫേസ് ഒക്കെ കുറച്ച് ഡള്ളാവുന്നുണ്ട്. ഇന്റർവെല്ലിന് അവർ പുറത്തൊക്കെ പോയിട്ടാണ് കളി. അപ്പോൾ സൺലൈറ്റ് അടിച്ചിട്ട് നമുക്ക് ടാൻ ഒക്കെ വരുന്നുണ്ട് അവനെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാതെ. പിന്നെ എനിക്ക് തോന്നിയോ അത് ഭയങ്കര കെമിക്കൽ ആയിരിക്കും, അതെങ്ങനെയാ യൂസ് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു പ്രോഡക്റ്റ്, വേറൊന്നല്ല, മാമാഅർത്ത് ബേബി റിച്ച് മോയ്സ്ചറൈസിംഗ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ കലൻറ്റുല ആൻഡ് സിങ്ക് ഓക്സിഡൈസ് ആണ്. അപ്പൊ ഈ ഒരു സൺസ്ക്രീനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ട് ടോക്സിക് ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. സോ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു വൈറ്റ് കാസ്റ്റ് ഫീലിംഗ് ഒന്നും ഇതിനില്ല. പിന്നെ SPF 50 ആണ്. അപ്പോൾ നമുക്ക് സണ്ണിൽ നിന്നുള്ള അത്യാവശ്യം പ്രൊട്ടക്ഷനും കവറേജും ഒക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുവാണെങ്കിലും നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വാട്ടർ റെസിസ്റ്റന്റ് ആയ കാരണം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 0 to 10 years വരുന്ന കുട്ടികൾക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാമാഅർത്തിന്റെ മിൽക്കി സോഫ്റ്റ് ഷാംപൂ ഫോർ ബേബീസ് ആണ്. ഇത് ഞാൻ നോനിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ടിയർ ഫ്രീ ആണ്, അപ്പോൾ ഒരു കറിയൊന്നുമില്ല. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഓട്സും മിൽക്കും അതുപോലെ തന്നെ കലൻറ്റുലയാണ്. നമ്മുടെ ഹെയറിനെയൊക്കെ നല്ലോണം ഇങ്ങനെ സോഫ്റ്റ് ഫീലിംഗ് ആയിരിക്കും. പിന്നെ സ്കാലപ്പിൽ pH ബാലൻസ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണിത്.
അപ്പം ഇനി മാമാർത്തിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടൊരു ബ്രാൻഡാണ്, ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമുക്കറിയാം നമ്മൾ ഫുള്ളി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്, കെമിക്കൽസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കത് ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യാം. നമുക്കിത് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും കിട്ടുന്നതായിട്ട് കേട്ടോ. ഓൺലൈനായിട്ടാണെങ്കിൽ നമുക്ക് നൈക്ക, പർപ്പിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി അവരൊരു ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുകയും ചെയ്യും. പിന്നെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അഡീഷണൽ 20% ഓഫും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു ഓഫേഴ്സ് ഒന്ന് മിസ് ചെയ്യരുത്. പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുക, യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല റിവ്യൂ ആണെന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ടൂർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതേ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇയാനു ഉറക്കം വരുന്നുണ്ടാ? ഉറങ്ങിക്കൂടെ? അല്ലെങ്കിൽ ഇയാനുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പപ്പ ഒരു ഹായ് പറയും എന്റെ സബ്സ്ക്രൈബേഴ്സിനടുത്ത്. ഓഹോ പപ്പയുടെ ഉറക്കത്തിന്റെ അടിപൊളി ഉറക്കത്തിന്റെ സമയമാണിത്, അത് മിസ്സായി. പിന്നെ അമ്മയും നോനും അവിടെ കിടന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. നോനും എന്നിട്ടൊക്കെ ചിക്കി പറിച്ച് ബാഗൊക്കെ നോക്കി ചിക്കി പറിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആകാശം കാണില്ലേ നീ? നന്നായിട്ട് ആകാശം കാണുന്നുണ്ട്. ആ ബാക്കിലിരിക്കും, ഫ്രണ്ടിലിരിക്കും, അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് അവിടെ എത്തിയിട്ട് കാണിക്കാം വിശേഷങ്ങളൊക്കെ, എന്തെങ്കിലുമൊക്കെ വഴിയോര കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ പപ്പ ചായയൊക്കെ വാങ്ങിച്ചു തരും, അതൊക്കെ കാണിക്കാം. ആളൊരു തിരിയണോട്ട് പപ്പയുടെ ഒരു സ്ഥിരം കടയുണ്ട്, അവിടെ നിന്ന് പപ്പ ഞങ്ങൾക്ക് ഒരു സുഖിയം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജൂനിയർ മാൻട്രാക്കിന് ഒരു ഒരു ജെംസ് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല പോളിംഗ് ആണ്. അമ്മ കഴിക്കണല്ലേ ഓരോനുള്ള വേണ്ട, അമ്മ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കില്ല, അമ്മ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ്. ആ അതെ, പക്ഷെ ഞാനും നികിൽച്ചാണ് കഴിക്കും. അത് കഴിക്കില്ല പപ്പ, പിന്നെ ഞങ്ങൾക്ക് വാങ്ങിച്ചു കഴിക്കും അങ്ങനെ. അപ്പൊ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. ഞാനിന് വേണോ? നല്ലത് ഇഷ്ടമല്ല, വേണ്ട. ഞാനും ഈ മിഠായിയൊക്കെ പറ്റുള്ളൂ. അതെ അതെ അതെ. പേര് പറഞ്ഞോടുത്ത അവർക്ക് എന്ത് മിഠായിയാ? ജസ് മിഠായി. ഓക്കെ, അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. അതെ ഗൈസ്, അപ്പൊ ആതിരപ്പള്ളിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക്, ആ ഒരു പച്ചപ്പിലേക്ക് നമ്മള് കടന്നിരിക്കുകയാണ് കേട്ടോ. യെസ്, കാവ്യാത്മകമായി കണ്ടോ, ഫുള്ളൊരു കാടിന് ചുറ്റുമാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല സോറി, കാടിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പോണ വഴി നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിനിമം ഒരു ആനേനെ ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ. റംബൂട്ടാൻ വേണ്ട, ഇവിടെ ഭീഷണിപ്പെടുത്തി സാധനങ്ങൾ മേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, സൂക്ഷിക്കണം. ഗൈസ് ദേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്, കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. സൺഡേ ആയിട്ട് ഒരു തിരക്ക് നല്ലോണം കാണുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴി മ്ലാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. നോക്കിക്കോ, നല്ല തിരക്ക്. മഴയായിട്ട് ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല, ഫുൾ തിരക്കാണ്. ആണോ? നമ്മുടെ ആൾക്കാരെ കണ്ടു നമ്മള്. ഞങ്ങള് ആക്ച്വലി ഈ ഇവിടുന്ന് അതിരപ്പള്ളിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്നു കേട്ടാ, ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ ആ സൈഡിലോട്ട്. വാഴച്ചാല് വരെ പോവാന്നാണ് വിചാരിക്കണത്. ഈ ഫുള്ള് കുരങ്ങന്മാരുണ്ട്. ഇങ്ങോട്ടേക്ക് കിടന്നപ്പോ കുറച്ച് തിരക്ക് കുറവുണ്ട്, ആൾക്കാർ അധികം വരുന്നില്ല എന്നുണ്ട്. ഈ ഒരു ബസ്സിൽ പോണെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. മലക്കപ്പാറ വരെ ഇപ്പൊ പോകുന്ന വണ്ടിയാണ്. എന്തായാലും നല്ല അടിപൊളി ഫോറസ്റ്റ് സൈറ്റിംഗ് ആയിരിക്കും. അപ്പൊ നമ്മള് റിയൽ കുരങ്ങനാണെങ്കിൽ ഉറങ്ങാണ്.
ഞാൻ കൊറേ വിളിച്ചു, കൊരക്കൻ കൊറേ വിളിച്ചു. പക്ഷെ ആള് എണീക്കണല്ലേ, ഉറക്കത്തിലാണ്, ക്ഷീണത്തിലാണ് ആള്. പിന്നെ അവിടെ എത്തിയിട്ട് എന്തായാലും എണീപ്പിക്കാന്ന് വിചാരിച്ചു, വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വെച്ചിട്ട്. അപ്പൊ അതേ ചാർപ്പയാട്ടോ നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കണത്. ഇവിടെയും അതേ നല്ല തിരക്കാണ്. വീഡിയോ എടുക്കണ്ടെന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് ഒരാൾ ഇറങ്ങിയിട്ട് ഗൈസ്, അപ്പൊ ദേ ഒരു കൊരങ്ങനും ഒരു കുഞ്ഞി കൊരങ്ങനും. ഗൈസ്, അപ്പൊ ദേ കണ്ടോ കുഞ്ഞി കൊരങ്ങനും എന്റെ അമ്മയോടെ ഇരിക്കണോ. സൈറ്റിംഗ് ഓഫ് ചാർപ്പ രക്ഷയില്ലാത്ത കിച്ചു എങ്ങനെയുണ്ടമ്മേ? നല്ല ഭംഗിയുണ്ട്. വണ്ടിക്കാര് ഞാനു ഇഷ്ടായ കൊരങ്ങനെ കണ്ടടാ? അതെന്തിട്ടടാ ഞാനു? മഴയല്ലടാ, വെള്ളച്ചാട്ടം. ഇഷ്ടായ? അതിന്റെ പേരെന്തൊരു ചാർപ്പ. നോനു ഭംഗിയുണ്ടോ? നോനു ഭംഗിയുണ്ടോ? നോനു ഇഷ്ടായ? നോനു ഇഷ്ടായ? ചിന്നുണ്ട് പിടിക്കാൻ നോക്കില്ലേ? ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ചാർപ്പ വെള്ളച്ചാട്ടം കണ്ടു. ഇനി നമ്മള് ചെറിയതായിട്ട് വാഴച്ചാല് പോകാനുള്ള പ്ലാൻ ഉണ്ട്. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്ന് ഒരു ക്യൂരിയോസിറ്റി അങ്ങോട്ട് പോകാൻ. അപ്പൊ വാഴച്ചാലും കൂടെ കാണിച്ചു തരാം. യാനു ഇഷ്ടായ? സ്ഥലത്തിന്റെ പേരെന്തൊട്ടാണ് യാനു? വാഴച്ചാൽ. വാഴച്ചാൽ. അവന്റെ ഉറക്കം കഴിഞ്ഞപ്പോ എനർജി ചെയ്യോന്. കൊരങ്ങനെ കണ്ടില്ലേ നീ? ഇഷ്ടായ കൊരങ്ങനെ? എങ്ങനെയാ മൂട് വെച്ച കൊരങ്ങനെ? അവരെ കഴിഞ്ഞില്ലേ? പാലുപിടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ ഞങ്ങളെ സമയം കഴിഞ്ഞു ഗൈസ്. 5 മണി വരെ കേട്ടുള്ളൂ. യാനു മാത്രം കാണാൻ പറ്റി. നോനു നമുക്ക് കാണാൻ പറ്റില്ലടാ. കുഴപ്പമില്ല, നമുക്ക് വേറെ കാണാം. നോനു വേറെ കാണാൻ. അമ്മിക്ക് സന്തോഷം ഞാൻ പോവാന്ന്. പേടിയുണ്ടമ്മേ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, ഞാൻ പോവാന്ന്. നമ്മുടെ ട്രിപ്പ് പകുതി അല്ല മുക്കാലായില്ലേ? ഈ ചെറിയൊരു പരിപാടി കൊണ്ടുണ്ട്. ചിലപ്പോ നോനു നമ്മളൊരു വാക്കർ പേടി. അതെ, അത് ചിലപ്പോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഇപ്പൊ നമ്മള് മാത്രല്ല പപ്പയ്ക്ക് മാത്രം വിശക്കണല്ലേ. അപ്പോൾ ബില്ല് മേടിച്ചിരിക്കുള്ളൂ. അപ്പോ നോനുവിന് നമുക്ക് അതും വാങ്ങാം, വാക്കറും വാങ്ങാം, പിന്നെ നമ്മുടെ വിശപ്പ് മാറ്റാം. അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ഞങ്ങളുടെ സൺഡേത്തെ ചെറിയൊരു ഞാനിവിടെ വെറുതെ ഇരിക്കും മാത്രമേ ഉള്ളൂ, ഒന്നും കഴിക്കില്ല.
ചെറിയൊരു ഇതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ വാക്കർക്ക് വാങ്ങിച്ചിട്ട് കാണാം. ഫുഡ് എത്തട്ടെ ഫുഡ് നമ്മൾ വന്നേക്കണത് വാക്കറിൽ ഞാൻ ഇരുന്നാൽ മതിയായിരുന്നു, നോനും ഇരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഫുഡ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലും ഷവർമ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിൻ്റെ ഒരു പാരന്റ് ബ്രാഞ്ചാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സന്തോഷം കാണിക്കാനാണ്. കൈകുട്ടിയെ പാപ്പൻ ചിന്നാൻ കൈകൊട്ട് മാമുണ്ണാൻ കൈകൊട്ട് കൈകൊട്ടിക്കോ. പാപ്പൻ ചിന്നാൻ കൈകൊട്ട്. ഇത്ര നേരായില്ലേ, അപ്പം ആൾക്കാരെ അടഞ്ഞ തുടങ്ങിയിട്ടുണ്ട്. പാപ്പൻ തിന്നാൻ കൈകൊട്ട് മാമുണ്ണാൻ കൈകൊട്ടോ. ഫ്ലോപ്പായി ഫ്ലോപ്പാക്കി. ബാക്കറി മേടിക്കാൻ പോലും ഇറങ്ങണില്ലേ നോനോ? മുള്ളകൊഞ്ചേ എന്നാ ചെയ്യല്ലോ ഞാൻ. എന്നിഷ്ടായത് കളിക്കാൻ പറ്റില്ല. ഏത് വണ്ടി വരും നോക്കണേ? ഏറ്റവും വലുത് വരാ. അങ്ങനത്തെ വണ്ടി നിനക്ക് ഉണ്ടാ? ഇങ്ങനത്തെ വണ്ടി ഇല്ലേ? ചാർജ് ആവണില്ലേ? റെഡിയാക്കാതെ ശരിയാക്കാതെ. ഞാനും ക്രിക്കറ്റ് ബാറ്റും ബോളും മേടിക്കണ്ടേ? ഞാനും ക്രിക്കറ്റ് ബാറ്റും ബോളും മേടിക്കണ്ടേ? ക്രിക്കറ്റ് ബാറ്റും ബോളും മേടിക്കണ്ടേ? ഇങ്ങനത്തെ സാധനം പഠിക്കുള്ളൂ. ബായോ ഞാൻ ജി പേപ്പറിന് കാണിച്ചു കൊടുക്കട്ടത്. ഞാൻ ജി പേപ്പറിന് കാണിച്ചു കൊടുക്കും. നീ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേ. കാണിച്ചു കൊടുക്കട്ടെ നീ കാര്യങ്ങൾ. ആ നിന്നെ പുറത്താക്കി വാലടച്ചവര്. ഞാനെ പുറത്താക്കി വാലടച്ചവര്. ആ സെയിം വണ്ടി വണ്ടിയിലുണ്ട്. അപ്പതേ ഞങ്ങള് നോനു ഉറങ്ങിയിട്ടവിടെ എത്തുമ്പോഴേക്കും ഉറങ്ങി. വാക്കറൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. കാരണം ഫുൾ ടൈം അല്ലെങ്കിൽ എടുത്ത് കിടക്കണം. ഇനിയിപ്പോൾ കുറച്ചു നേരം വാക്കറിലൊക്കെ ഇരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്നല്ലോ കരച്ചിലും ബഹളവും. ഒരു സർപ്രൈസ് ഞങ്ങൾ വീട്ടിലിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാട്ടാ. മുറിയല്ലേ? ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആട്ടാ.
ഞാൻ ഇഷ്ടാവും. ഏറ്റവും ഇഷ്ടം സാധന ഇയാന് തന്നെ. ബാറ്റ് ആ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഇയാൻ തന്നെ സെലക്ട് ചെയ്താണോ? അമ്പോ ഇയാന് പുതിയ ബാഗ് ഇട്ടായാ? ഫോണില് കിടാവ് ഓർഡർ ചെയ്ത ഫോണിലുണ്ട്. നോക്കട്ടെ സ്റ്റാമ്പ് അല്ലടാ സ്റ്റെമ്പ്. എന്നിട്ട് എങ്ങനെയാ ബാറ്റ് എങ്ങനെയാ പിടിക്കാൻ നോക്കട്ടെ. ഇങ്ങനെയാണോ പിടിക്ക? തിരിച്ച് പിടിക്ക്. അപ്പൊ ഇത് എവിടുന്ന്? ആമസോണോ ഫ്ലിപ്കാർട്ടാണോ? ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താട്ടാ. ഇനി രാത്രി ഞാനും ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് എഴുതിയിട്ട് ഞാൻ കളിക്കൂ. ഓക്കെ അപ്പൊ ഗൈസ് ദേ ഇവിടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാട്ടാ. അപ്പൊ ഇതാണ് ഞങ്ങൾ കുഞ്ഞു സൺഡേ വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ നീലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക. പണ്ടത്തെ ആ ഒരു സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് തരാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ബൈ. അതിനെ കാണില്ല. ബൈ, സി യു. സന്തോഷായി. ആരെ കാണിച്ചെന്ന് ബാറ്റ് സന്തോഷാവാൻ. ബൈ.